ഞാൻ വെറുതെ കഴിഞ്ഞിട്ട് ക്വസ്റ്റിനാ അറിയാം. ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു Q&A ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 400 സംതിങ് പേരോളം ആ സ്റ്റോറി കണ്ടിട്ടുണ്ട്. അതായത് നമുക്കൊരു 80 സംതിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ട് ഒരു 22 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, സിബിൻ്റെ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളതൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അതിൽ. എല്ലാം ഒന്നും അങ്ങനെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് 22 ക്വസ്റ്റ്യൻസ് ഞാൻ എന്തായാലും അതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അപ്പോൾ നമുക്കിന്നൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഷാമിനി എന്നാണ്, എൻ്റെ പേര് സിബിൻ, പിന്നെ ഞങ്ങളുടെ മോൻ്റെ പേര് ദിഹാൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാളുടെ. എൻ്റെ വീട് പഴയന്നൂരാണ് കേട്ടോ. ഇവൻ്റെ വീട് വടക്കഞ്ചേരി, മുടപ്പല്ലൂർ പറയും, അവിടെയാണ് അവൻ്റെ വീട്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, അനിയത്തി കേട്ടോ. എനിക്ക് ഇത്രയും പേരാണുള്ളത്. സിബിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഉണ്ണിയുടെ നെയിം ഉണ്ണിക്ക് എത്രയായി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ണിക്ക് ഇപ്പോൾ 5 മാസമായിട്ടോ, അത് 5ാമത്തെ മാസമാണ്. അവൻ്റെ നെയിം ദിഹാൻ എന്നാണ് കേട്ടോ. ലവ് മാരേജ് ആണോ അത് അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ളത്, ലവും അറേഞ്ച്ഡും കൂടി ആയിട്ടുള്ള ലവ് അറേഞ്ച്ഡ് എന്ന് പറയാം. ലവ് ആയിരുന്നു കേട്ടോ, പിന്നെ എല്ലാവരും നടത്തി തന്നെ തന്നെയാണ്, അതുകൊണ്ട് ലവ് അറേഞ്ച്ഡ് എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ എന്നായിരുന്നു. ഞാൻ ഡിഗ്രി വരെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നത് NSS കോളേജ് ഒറ്റപ്പാലത്താണ്. അപ്പോൾ അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. BA ഹിസ്റ്ററി ആയിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ പാവമാണല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത്ര പാവമൊന്നുമല്ല, ഇങ്ങനെ കാണുന്ന പോലെ ഒന്നല്ല ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ കൂടി ആൾ മുഖത്ത് നോക്കണില്ല, അപ്പോൾ പാവമൊന്നുമല്ല. ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ ലവ് മാരേജ് ആണെന്ന്, പക്ഷേ ചേച്ചിയുടെ ഷോർട്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഷോർട്ട് അത് ലവ് അറേഞ്ച്ഡ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ലവ് അറേഞ്ച്ഡ് ആയിരുന്നു. ഞാൻ ചേച്ചീനെ കണ്ടിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. ചേച്ചി റംലയിൽ കയറി Q&A ഇട്ട് ക്വസ്റ്റ്യൻ ഇട്ട് അതിൻ്റെ ഒരു അന്നത്തെ അതിൻ്റെ തലേദിവസം പറ്റാം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നല്ലേ. അപ്പോൾ ഇനി കാണുമ്പോൾ അയ്യോ, താൻ തൻ്റെ വീട്ടിൽ തന്നെയാണോ അതോ ചേട്ടൻ്റെ വീട്ടിൽ പോവാറില്ലേ? ഞാൻ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടി കൊണ്ടുപോകലുണ്ടല്ലോ, ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതും 5ാം മാസത്തിലേക്ക് പോകും. അപ്പോൾ ഞാൻ പോയിട്ടില്ല, ഞാൻ 7th മന്തിലേ പോവുള്ളൂ. അപ്പോൾ ആ സമയത്ത് എന്തായാലും പോകും. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 year ആയി. ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ ഞാൻ വന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറച്ച് ഒരാഴ്ചയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് വേഗം വന്നു. പിന്നെ 7ാം മാസത്തിൽ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരുന്നൊരു ചടങ്ങുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് ഒരാഴ്ച പോയി നിന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പോവാറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ അടുത്തായിട്ട് പോകും. ഇനിയും വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അങ്ങനെ വരും. വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോർട്ട് എടുക്കും പോലെ ഒന്നല്ലല്ലോ വീഡിയോ. കുറച്ച് ടൈം വേണം, പിന്നെ അത് എഡിറ്റ് ചെയ്തിരിക്കണം, കുറച്ച് ബുദ്ധിമുട്ട്. അതുതന്നെ വെച്ചിട്ട് തീച്ചോട്ടനെ വെച്ചിട്ട് നമുക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ഇടും. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം, ഞാൻ 2021 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ. പക്ഷേ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പം എന്തായാലും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആണ്, അങ്ങനെ ചെയ്യാമെന്ന് തോന്നി. പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യമൊന്നുമില്ല. ചേച്ചി ഹാപ്പി അല്ലേ? ആണ്, കുഴപ്പമില്ല, ഇങ്ങനെ പോണു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഹാപ്പി തന്നെ, കുഴപ്പമൊന്നുമില്ല. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്? ഇതൊരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലതെന്ന്. അത് എല്ലാ മാരേജിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ലവ് മാരേജ് ആയാലും ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ആയാലും ഉണ്ട്. അതൊന്നും പറയാൻ ഇപ്പം ഞാനൊരാളല്ല അതൊന്നും പറയാൻ. കാരണം ഓരോരുത്തരുടെ ലൈഫ്, ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോ ലൈഫിലും പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഏത് മാരേജ് ആയാലും വരുന്ന പ്രശ്നങ്ങൾ എന്തായാലും നമുക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതിലിപ്പോൾ ഏത് മാരേജ് ആയാലും ഇപ്പോൾ നമുക്ക് വരാനുള്ളത് എന്തായാലും വരും. ചില വീടുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ന്യൂസിൽ എത്ര ഇത് കാണുന്നു കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുള്ളവർ, ലവ് മാരേജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൽ പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുക, നമ്മളെ
അത്ര തന്നെ. അല്ലാതെ ഇപ്പോൾ ഒന്നും നന്നല്ല അല്ലെങ്കിൽ നല്ലതാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഇപ്പോൾ ലവ് മാരേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വ്യക്തിയെ മാത്രം സ്നേഹിച്ചിട്ട് നമ്മൾ പോകും, പക്ഷെ നമ്മൾ ഫാമിലിയെക്കുറിച്ച് മനസ്സിലാക്കില്ല. അപ്പോൾ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ ഇഷ്യൂ ഉള്ള എത്രയോ പേരുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നും പ്രശ്നം ഉണ്ടാവില്ല, ഫാമിലിയിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാവും, ഫാമിലി സപ്പോർട്ടായിരിക്കും. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാ ആൾക്കാർക്കും ഉണ്ട്. നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ പിന്നെ ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ജോലിയൊക്കെ മേടിച്ചിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാം, നമ്മുടേതായ രീതിക്ക് ജീവിക്കാം. അപ്പോൾ ആരെയും നമുക്കതിൽ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെ സംരക്ഷിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ തൻ്റെ ഡ്രീം എന്താണെന്ന്, ഡ്രീം എല്ലാവരെ പോലെ എനിക്കും ഒരു വീട് വെക്കണം എന്നുണ്ട് കേട്ടോ. അതന്നെ ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മാരേജൊക്കെ കഴിഞ്ഞിട്ട് പോയി, പിന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം ഇവിടെ എനിക്കൊരു ഏട്ടുണ്ട്, അനിയത്തിയുണ്ട്. അപ്പോൾ മാരേജ് കഴിഞ്ഞ് പോയാൽ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീടാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോഴും പല ആൾക്കാർക്കും പ്രശ്നമുണ്ടാവും. വീട്ടിലല്ലെങ്കിലും പുറത്ത് കേട്ടോ, പുറത്തുനിന്ന് പലരും എന്താ അവിടെ ഇരിക്കണേ ഏതാ. അപ്പോൾ അതിന് തന്നെ മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടത്. ഒരു ഞാൻ ഇപ്പോൾ വന്നിട്ട് 1 year ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പിന്നെ കാണുന്ന കാര്യങ്ങളും പലരുടെ ഒരു ലൈഫ് എടുത്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ എന്തായാലും ഒരു വീട് വെക്കുക. പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവണം, ഒരിക്കലും നമ്മുടെ ആവില്ല. അവിടെയും പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരും, ഞാൻ അത് എൻ്റെ വീട്ടിലല്ല ചെയ്യുന്നത്, അതിന് നമുക്ക് എന്താ, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വരും. എങ്ങനെ എനിക്ക് തോന്നുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളൊരു സംസാരമൊക്കെ പലരിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പോവുക, അതുതന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റേതായൊരു തീരുമാനം പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ ഒരു വീട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ടാവും. ഇതിപ്പോൾ മറ്റൊരാളുടെ വീട്ടിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ TV കാണുക, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതിനൊന്നും ഈ നിൽക്കുക, അതിനൊന്നും ഒരു ഫ്രീഡം ഉണ്ടാവില്ല. നമ്മുടേതായ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ 10 ആൾ അറിയാതെ പറയും, ചോദിക്കും, അതിന് എന്തിനാണ് വെറുതെ. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം എന്നിലുണ്ട്. പിന്നെ ലവ് സ്റ്റോറി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ലവ് സ്റ്റോറി അങ്ങനെ പ്രത്യേകിച്ച് പറയാനോ കാര്യം ഇല്ല. പിന്നെ അതിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഞാൻ അതിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ, 10 മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചത്. അതാ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ എടുത്തില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ എടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇങ്ങോട്ട് എപ്പോഴാണ് വരുന്നേ ചോദിച്ചിട്ടുണ്ട്, പാവം ചോദിച്ചതാണ്. അപ്പോൾ അങ്ങോട്ട് എന്തായാലും വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മാസം അല്ല, അടുത്ത മാസമൊക്കെ ആയിട്ട് എന്തായാലും ഓണം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും വരും. എന്തായാലും വരണമല്ലോ. പിന്നെ പ്രഗ്നൻസി ജേണി ആൻഡ് ഡെലിവറി സ്റ്റോറി, അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. കാരണം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എൻ്റെ ഒന്നും പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പോലെ സംബന്ധിച്ചിട്ടായിരുന്നില്ല. ഞാൻ ഓരോരുത്തരുടെ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ എത്ര ഹാപ്പി ആയിട്ട് അവരുടെ ഓരോ വാട്ടയിറ്റിനിടെ അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡെലിവറിക്ക് ഞാൻ ആ ഡെലിവറി ടൈമിൽ അവിടെ കയറുന്ന വരെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര മോശം അവസ്ഥയായിരുന്നു മൊത്തത്തിൽ ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇടാം, നോക്കാം. പിന്നെ കുറച്ച് ചെറിയ കുട്ടികളില്ലേ ഇൻസ്റ്റാഗ്രാമിൽ, അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫേവറേറ്റ് കളർ, ഫുഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്സിൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്, ഇതൊക്കെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻസ് ആയിട്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടോ, ഓരോരുത്തരുടെ ലൈഫ് സംബന്ധിച്ചിടത്തോളം നോക്കിയിട്ട്. ഇവനിപ്പോൾ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ചോറ്, മീൻ കറി, മീൻ വറുത്തത്, അതൊക്കെ തന്നെയാണ് ആളുടെ ഫേവറേറ്റ്. പിന്നെ വൈഫിൻ്റെയോ എൻ്റെയോ ബിരിയാണി. അതെ, ചിക്കൻ അതുതന്നെയാണ്. പിന്നെ പാർട്ട്ണറിൻ്റെ ഗുഡ് ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ സപ്പോർട്ടാണ്, നമുക്കെല്ലാം ചെയ്യാം, അതിനൊന്നും അങ്ങനൊന്നും പറയാറൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ ചെയ്യുക, എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കാറുള്ളൂ. അല്ലാതെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷേ അങ്ങനെ നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ പറയുമ്പോൾ സിബിൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അത് തന്നെയാണ് അവൻ്റെ ഗുഡ് ക്വാളിറ്റി. ഇനി എൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ഇല്ലേ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം എനിക്ക് ഒരു ഗുഡും ഇല്ല. ഓക്കെ, ഗുഡ് ക്വാളിറ്റി ഇല്ല കേട്ടോ എനിക്ക്. ഓക്കെ,
പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ള ഫ്രണ്ട്സോ ഫാമിലിയോ ആരോ ആയിക്കോട്ടെ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി ആരാണ്? നിന്റെ അങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എടുക്കണം വിചാരിച്ചു. അതാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്തത്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഇപ്പം നിനക്ക് നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും വേണം, ആളില്ലാതെ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആര്? ഈ ഗുഡ് ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഞാൻ അല്ലേ? ഞാൻ വെറുതെ കഴിഞ്ഞിട്ട ക്വസ്റ്റ്യനാ അറിയാം. പിന്നെ ഹസ് വരാറില്ലേ, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം, ഹസ്ബൻഡ് വരാറില്ലേ, എന്താണ് ഇവിടെ വീട്ടിൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഹസ് വരാറില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സിബിൻ ഉണ്ട് കേട്ടോ, സിബിൻ ഇവിടേക്ക് വരാറുണ്ട്. പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പോവാത്തത്. നമുക്ക് അതിന് ഒരു ചടങ്ങും കാര്യങ്ങളുണ്ടല്ലോ, ഓരോ മാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പോവാത്തത്. പിന്നെ ആ ടൈമിൽ കുറേ വീഡിയോയിൽ സിബിനെ കാണാതിരുന്നത് വേറെ ഒന്നുമില്ല, ഇവൻ വർക്കിന് വേണ്ടി പോയിരിക്കുന്നു കർണാടകയിലെ. അപ്പോൾ മാസത്തിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവിടെ 2 ദിവസം നിന്നിട്ട് പിന്നെ പോകും, അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ കാണാതിരുന്നത് കേട്ടോ. ലോങ് വീഡിയോസിലും പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ സിബിൻ പോയതൊക്കെ. അപ്പോൾ അത് കുറേ പേർക്ക്, ഇവിടെയും കുറേ പേർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, എന്താ സിബിൻ വരാത്ത. കുറേ പേര് പേഴ്സണലായിട്ട് അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തപ്പോൾ സിബിൻ വരാറില്ലല്ലോ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, അവ ഇപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ലീവ് കിട്ടി ഇപ്പോൾ കുറച്ച് നാട്ടിലുണ്ടാവും. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഇഷ്ടമുള്ളത് ആരെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഇഷ്ടമൊന്നുമില്ല, ഇവനെ തന്നെ. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട് തന്നെയായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ ഇതിൽ എന്തൊക്കെയോ വിട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് എടുക്കുമ്പോഴേക്കൊക്കെ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ കുറച്ചൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എല്ലാം ഒന്നും ഫോണിലേക്ക് അയച്ചിടാനായിട്ട് പറ്റിയില്ല, പിന്നെ എഴുതി വയ്ക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിനെ അങ്ങനെ അയച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഹസ്ബൻഡിൻ്റെ ഫാമിലിനെ കുറിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇതൊക്കെ തന്നെയാണ്, അമ്മ, അച്ഛൻ, ഇവനൊരു ഏട്ടനുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും ഇവരൊക്കെ അടങ്ങുന്നത് തന്നെയാണ് ഇവൻ്റെ ഫാമിലി. പിന്നെ പോവണം എന്ന് ഇങ്ങനെ പോവാതിരിക്കാനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഡെലിവറിയുടെ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും സപ്പോർട്ട് നമ്മുടെ ഫാമിലി തന്നെയാണല്ലോ. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരുമില്ല. അച്ഛനമ്മയും അവരൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ ഒരു ആവശ്യത്തിനോ കാര്യങ്ങൾക്കോ നമുക്ക് അവിടെ ആരുമില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നി എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ കൂടുതലും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ആ ടൈമിലൊന്നും ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഫാമിലി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ കൂടെ. നമ്മൾ അമ്മ തന്നെയായിരുന്നു കഷ്ടപ്പെടാൻ നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇനിയിപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവിടെ പോയിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ട് വീട്ടുകാർക്ക് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും സേഫ് ആയിട്ടുള്ളത് ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നു. പിന്നെ എല്ലാ ആൾക്കാരും എല്ലാ സമയത്തും ഒരുപോലെയല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം സിബിൻ വന്നതിന് ശേഷം ഞാൻ എപ്പോഴും പുറത്ത് പോകും. എല്ലാ സൺഡേയും സിബിൻ്റെ ലീവുള്ള സമയത്തൊക്കെ പുറത്ത് പോകും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ പേര് ഇട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ലൈഫ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നും അല്ലല്ലോ. വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ മനുഷ്യന്മാരല്ലേ, അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളുള്ള സമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഒന്നിച്ചുള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, ഇതന്നെയാണ്. എൻ്റെ പേര് സിബിൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും തോന്നുകയൊന്നും ചെയ്യണ്ട, എൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഓക്കെ ആയിട്ടുള്ളതും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ്. അവിടെ അങ്ങനെ എല്ലാന്നല്ല, പക്ഷെ എനിക്ക് ദിച്ചുട്ടനും കൂടെയും കൊണ്ട് അവിടെ പോയിരിക്കുമ്പോൾ എനിക്ക് ഒരാളില്ലാണ്ട് പല സാഹചര്യങ്ങളും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നും. കാരണം അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാൻ മാരേജ് കഴിഞ്ഞ് 1 ഇയറൊക്കെ നമ്മൾ അവിടെ തന്നെയല്ലേ, കൂടുതലും ഞാൻ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്രഗ്നൻസിയുടെ ഒരു ടൈം വന്നപ്പോഴാണ് ഏറ്റവും ബെറ്റർ ഇവിടെയാണെന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ പോന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ, അങ്ങനെ ചെറിയ വീഡിയോ. അപ്പോൾ ഇത് കുറച്ചൊരു ഞാൻ 10 മിനിറ്റിൽ ഒതുക്കണം വിചാരിച്ചത്, അതാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പം പക്ഷെ അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും 14-15 മിനിറ്റ് ആയി എന്തായാലും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അത് നമ്മളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. ഇൻസ്റ്റയിൽ പിന്നെ നമുക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം കേട്ടോ. ബൈ.